ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി UGC രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിച്ചപ്പോൾ മുതൽ UGC പല പരിഷ്കാരങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സങ്കീർണത കൊണ്ട് പല സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കാലാകാലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അധികാരപ്പെട്ട സമിതിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഇപ്പോൾ ഏറ്റവും ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ളത് കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സംശയങ്ങൾക്കിടയില്ലാത്ത ചില നിർദ്ദേശങ്ങളാണ് ഇന്നലെ UGC പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലയിലും സ്വകാര്യ സർവകലാശാലകൾ, സംസ്ഥാന സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങിയ എല്ലാ അംഗീകൃത സർവകലാശാലകളെയും ബാധിക്കുന്നതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ കരടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് പൊതുമണ്ഡലത്തിലേക്ക് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം കൂടി അറിഞ്ഞതിന് ശേഷം അതിന് അന്തിമമായ രൂപം കൊടുക്കാമെന്നാണ്. അത് പ്രതികരണങ്ങൾ നൽകാനുള്ള അവസാന ദിവസം ഫെബ്രുവരി 5 അതിനുശേഷം ഇതിന് അന്തിമ രൂപം നൽകി പ്രസിദ്ധപ്പെടുത്തും എന്നാണ് ഇപ്പോൾ UGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെയുള്ള 14 സർവകലാശാലകളിൽ 2 സർവകലാശാലകളിൽ മാത്രമേ സ്ഥിരമായി വൈസ് ചാൻസലർമാരുള്ളൂ. ഇത് കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ്. 12 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ വർഷങ്ങളായി സ്ഥിരമായി സേവനം അനുഷ്ഠിക്കുന്നില്ല. താൽക്കാലികമായ വൈസ് ചാൻസലർമാരാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചൊക്കെ വളരെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നല്ലൊരു അളവ് വരെ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈസ് ചാൻസലർമാർ നിയമനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വർഷങ്ങളായി ഇവിടെ സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലായിരുന്നു. ജനുവരി മാസം ആദ്യം അധികാരം വിട്ട മുൻ ഗവർണറായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായി സർവകലാശാലയിൽ പ്രവർത്തിച്ചപ്പോൾ സർക്കാരുമായി കടുത്ത ഏറ്റുമുട്ടലിലായിരുന്നു. അതിന് പ്രധാനമായ കാരണം സർവകലാശാലകൾ പൊതുവെ സ്വതന്ത്ര സ്വഭാവമുള്ള സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ്. കേന്ദ്ര നിയമം അനുസരിച്ച് തന്നെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾ രാഷ്ട്രീയമായി ഇടപെടൽ നടത്താനായി പാടില്ല എന്നുള്ളതാണ്. വൈസ് ചാൻസലർ നിയമനത്തിലൊന്നും യാതൊരു രാഷ്ട്രീയ ഇടപെടലിലും പാടില്ല എന്ന് അസന്നിഗ്ധമായി കേന്ദ്രം മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടും ഇവിടെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഇടപെടൽ വളരെ ഗൗരവമായി വന്നതിൻ്റെ ഫലമായി അതിനെ തടയിടാനായി ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ 12 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്ത അവസ്ഥയുണ്ടായത്. ഇപ്പോൾ വളരെ വ്യക്തമായി ഇന്നലെ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ചാൻസലർ തന്നെയാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള പരമാധികാരി. അതിനായി പ്രത്യേകമായി അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ആശയക്കുഴപ്പമില്ലാതെ പറയുന്നത്, ചാൻസലർ തന്നെയാണ് പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. 2018 UGC ചട്ടമനുസരിച്ച് ആരാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. സർക്കാരാണ് രൂപീകരിക്കേണ്ടതെന്ന് സർക്കാരും, അതല്ല ചാൻസലറാണ് ആ സമിതി രൂപീകരിക്കേണ്ടതെന്ന് ചാൻസലറും തമ്മിൽ ഒരു പിടിവാശി ഉണ്ടായപ്പോൾ തുടങ്ങിയ പ്രതിസന്ധികൾ വളരെ ഗുരുതരമായി ഈ സംസ്ഥാനത്തും ഇതുപോലെ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായി. അവിടെയും സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള അധികാര തർക്കം വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച്
കൃത്യമായി പറയുന്നുണ്ട്. ചാൻസലറാണ് ഈ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയെ നിയമിക്കേണ്ടത്. ആ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ദേശവ്യാപകമായി പരസ്യപ്പെടുത്തി തക്കതായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർ ഒരു 5 പേരടങ്ങുന്ന പാനൽ ഗവർണർക്ക് സമർപ്പിക്കണം, അല്ലെങ്കിൽ ചാൻസലർക്ക് സമർപ്പിക്കണം. ആ 5 പേരിൽ നിന്ന് യുക്തമായിട്ടുള്ള ആളെ ചാൻസലർ നിയമിക്കുമെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളെ സംബന്ധിച്ചും വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം ഒന്ന്. മറ്റ് 2 പേർ, ഒന്ന് UGCയുടെ പ്രതിനിധിയും മറ്റൊന്ന് സർവകലാശാലയുടെ പ്രതിനിധിയുമായിരിക്കും. അതാത് സർവകലാശാലയുടെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, അതുപോലെ ചാൻസലറുടെ പ്രതിനിധി എന്ന് പറയുന്ന 3 അംഗ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയാണ് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്താനായി നിയമിക്കേണ്ടത്. ഇവിടെ അതിനെ സംബന്ധിച്ചുള്ള തർക്കം സർക്കാരുമായിട്ടുണ്ടായിരുന്നു. സർക്കാരിൻ്റെ പ്രതിനിധിയെ വേണം ഈ കമ്മിറ്റിയിൽ. അങ്ങനെയുള്ള ഒരു നിയമം തന്നെ നിയമസഭ പാസാക്കി. ഈ 3 അംഗ സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ അംഗം 5 അംഗമാക്കി. അതിനകത്ത് സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടാകണം. കാരണം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ സർവകലാശാല ഭരണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വളരെ രാഷ്ട്രീയപരമായ ഇടപെടൽ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രതിരോധിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ പ്രതിസന്ധി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നത്. നിയമസഭ പോലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണമെന്ന നിയമം പാസാക്കി അയച്ചു കൊടുത്താണ്. പക്ഷേ ഗവർണറുടെ അംഗീകാരം കിട്ടിയില്ല. എന്നിട്ട് അവസാനം അവിടെയും നിൽക്കാതെ പ്രസിഡന്റിന്റെ പക്കലേക്ക് അയച്ചു. പ്രസിഡന്റും അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പോലും പറഞ്ഞതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഏതായാലും ഇനിയും അത് സാധ്യമല്ല. രാഷ്ട്രീയമായ ഇടപെടലുകൾ സർവകലാശാല ഭരണത്തിൽ സാധ്യമല്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വൈസ് ചാൻസലർ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ശൈലി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തും ചില അപകടങ്ങളുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. കാരണം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പറയുന്ന വൈസ് ചാൻസലർ ആകണമെന്നുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ വ്യവസായ സ്ഥാപനങ്ങളിലോ ഒക്കെ മേധാവികളായിരിക്കുന്ന ആളുകൾക്ക് പോലും യോഗ്യതയുണ്ട്. പൂർണ്ണമായി അക്കാദമിക രംഗത്ത് പ്രവർത്തിക്കാനാകുന്നവരാകണം എന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ അപകടമുണ്ടാക്കുന്നതാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനകത്ത് അസാധാരണമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി അവർക്ക് വിധേയമുള്ള ആളുകളെ കണ്ടെത്താനായി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഗവർണർമാർ ചാൻസലർമാരായി അവരും ഇടപെടുമ്പോൾ അക്കാദമിക രംഗത്തിന് തകരാറുണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണരും പ്രവർത്തകരും ഒക്കെ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഈ വൈസ് ചാൻസലർമാരായി നിയമിക്കപ്പെടുന്ന ആളുകൾ പൂർണ്ണമായും അക്കാദമിക മികവുള്ളവരായിരിക്കണം എന്ന നിബന്ധനയ്ക്ക് വെള്ളം ചേർക്കാനായി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇപ്പോൾ ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയോ ഒക്കെ മേധാവികളായിരിക്കുന്ന വലിയ ഉന്നതന്മാരായിട്ടുള്ളവർ, IAS ഉദ്യോഗസ്ഥരോ അതുപോലെയുള്ള വലിയ വ്യാവസായിക പ്രമുഖരോ ഒക്കെ വൈസ് ചാൻസലർമാരായി വരുന്നത് ഒരിക്കലും സർവകലാശാലയ്ക്ക് ഗുണം ചെയ്യുന്നതല്ല. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരും സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫസർമാരായും ഗവേഷണ പ്രമുഖരായും ഒക്കെ പ്രവർത്തിച്ച ആളുകൾ തന്നെ ആയിരിക്കണം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇപ്പോൾ UGC പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കുക പ്രയാസമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷി ആകട്ടെ, തരാതരം പോലെ അവർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ആളുകളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള ആളുകളെ മറ്റ് മേഖലകളിലൊക്കെ നിയമിക്കുക. കേരളത്തിൽ തന്നെ സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളിൽ തന്നെ സർക്കാർ കൈകടത്തി പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ നിയമിച്ചത് സംബന്ധിച്ചുള്ള കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സ്വയംഭരണാവകാശം സർവകലാശാലകൾക്ക് പൂർണ്ണമായി വിട്ടുനിൽക്കണം. സർവകലാശാലകളുടെ ഭരണം നിർബന്ധമായും അക്കാദമിക രംഗത്ത് മികവുള്ളവരായിരിക്കണം. അത്തരം കാര്യങ്ങളിലൊക്കെ മായം ചേർക്കുന്നതും വെള്ളം ചേർക്കുന്നതും പൊതുസമൂഹം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പൊതുജന അഭിപ്രായം കൂടെ മാനിച്ച് സ്വീകരിച്ച്
പൂർണ്ണമായി സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളായി ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാരം ഉയർത്തത്തക്ക രീതിയിൽ, ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന് തക്കതായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തേണ്ടത്. ഏത് തരത്തിലാണെങ്കിലും ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ സർവകലാശാലകളെയൊക്കെ കാവ്യവൽക്കരിക്കപ്പെടാൻ പോകുന്നു. അത്തരം ആക്ഷേപങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും സർവകലാശാലകളിൽ നിന്ന് ന്യായമായ അകലം പാലിച്ചുകൊണ്ട് സർവകലാശാലകളുടെ ഭരണവും നിയന്ത്രണവും അക്കാദമി രംഗത്തെ ഉന്നതന്മാരായി രാഷ്ട്രീയ നിറം നോക്കാതെ അവർക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ പരിഷ്കാരം കൊണ്ട് ഉണ്ടാകേണ്ടത്. നിലവാരം ഉയർത്തുക, ഗുണനിലവാരം ഉയർത്തുവാൻ തക്കതായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ഏതായാലും വൈസ് ചാൻസലർ നിയമനത്തിലുള്ള അസന്നിഗ്ധാവസ്ഥ നല്ല ഒരളവ് വരെ ഈ പുതിയ പരിഷ്കാരം മൂലം മാറും. അത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക, ഇതിനകത്തെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ മാറ്റി ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ പൊതുജനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളിൽ സ്വീകാര്യമായവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമായിരിക്കണം പുറത്തു വരേണ്ടത്. അതുണ്ടാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും അക്കാദമിക മികവ് പുലർത്തുന്ന ആളുകൾ ഉണ്ടാകും. അത് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള നിലവാരത്തിൻ്റെ എത്തിക്കുന്നതിന് സർവകലാശാലകളെ സഹായിക്കും. അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ശരി, അധ്യാപക സംഘടനകളാണെങ്കിലും ശരി, അനധ്യാപകരുടെ സംഘടനകളാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിന് നിറം നോക്കിക്കൊണ്ട് അവരവർക്ക് തക്കതായ ആളുകളെ സർവകലാശാലകളുടെ തലപ്പത്ത് കൊണ്ടുവയ്ക്കുവാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അതിന് സഹായകരമായ മാർഗനിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളെ പൊതുസമൂഹം സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ന്യൂനതകളൊക്കെ മാറ്റി ഒരു പുതിയ സംവിധാനം അല്ലെങ്കിൽ ഒരു പുതിയ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഈ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇന്ത്യയിൽ ആകമാനം വരുന്നത് ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിന് വളരെയേറെ സഹായകരമായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും.